ഹലോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ? അടിച്ചു പൊളിച്ചല്ലേ? എനിക്കും കുഴപ്പമില്ലായിരുന്നു, നല്ലത് തന്നെയായിരുന്നു. ഞാൻ കണ്ണൂരൊക്കെ പോയി ക്രിസ്മസ് കഴിഞ്ഞ്. ഇത് ക്രിസ്മസിൻ്റെ തലേന്ന് നമ്മുടെ ചേർത്തലയിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. നമ്മുടെ സേവിനെ കഴിഞ്ഞ വർഷത്തെ സാന്റ ഡ്രസ്സാണ് അവൻ്റെ ക്രിസ്മസിൻ്റെ. അതൊക്കെ ഇടിച്ച് ചുമ്മാ ഒരു വീഡിയോ. അവൻ എന്ത് ചെയ്യുന്നു അതാണ് വീഡിയോ. നമുക്ക് അവനെ കൊണ്ടൊന്നും എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ എന്ത് കഴിഞ്ഞാലും പുൽക്കൂടിൻ്റെ അടുത്തെത്തും. ഇതെൻ്റെ അനീത്തിയുടെ കുഞ്ഞാട്ടോ, കുഞ്ഞുമറിയും. അവളുടെ ക്രിസ്മസ് ഔട്ട്ഫിറ്റാണ് ഇത്. കുഞ്ചു ഇവർ ദുബായിലായിരുന്നു ക്രിസ്മസിന്. കുഞ്ചുവും ചാച്ചനും ദുബായിലായിരുന്നു. നിറ്റി ഫാമിലിയായിട്ട് അവിടെയാണ്. ഇതെൻ്റെ ചേച്ചിയാണ്, തെക്ല, കാനഡയിലാണ്. അവരുടെ ഒരു ക്രിസ്മസ് ഔട്ട്ഫിറ്റും ഫോട്ടോസും ഒക്കെ ഞാനിതിൽ ആഡ് ചെയ്താൽ ഫാമിലി എല്ലാവരെയും ഈ വ്ളോഗിൽ കൊണ്ടുവരണം എന്ന് തോന്നി. എല്ലാവരും പല പല എടുത്ത, അമ്മയാണെങ്കിൽ ഈശോൻ്റെ അടുത്ത്, അങ്ങനെ എല്ലാവരും പല പല എടുത്ത എൻ്റെ വീട്ടിൽ. അപ്പം ഇത് ക്രിസ്മസിൻ്റെ അന്ന് രാത്രി പള്ളിയിൽ പോകാൻ നേരത്തെ എടുത്ത വീഡിയോ. ഞങ്ങൾ രണ്ടിനും മൊത്തം എല്ലാവർക്കും ക്ഷീണമില്ലേ, കുർബാന പോലും മുഴുവൻ കാണിച്ചില്ല. സേവി ഭയങ്കര പിരിപിരിപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അർത്തിങ്കൽ പള്ളി പോയേ, ഇവിടെ അടുത്താണ്. അപ്പം അർത്തിങ്കൽ പള്ളി പോയി. എന്ത് രസമായിട്ടാണെന്നറിയോ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. അപ്പോഴത്തേക്കും സേവിൻ്റെ ഉറക്കമൊക്കെ പോയി. പക്ഷേ ഈ ഓട്ടം തന്നെ. അത് കഴിഞ്ഞ് അവിടുത്തെ പുൽക്കൂട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഒരു തീമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മറ്റേ മലാഗയുടെ 2 ചിറകൊക്കെ വെച്ച് ഒത്തിരി പേര് അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, നടക്കത്തില്ലല്ലോ. പിന്നെ ഇവിടെ ഇച്ചിരി മണലുണ്ട്, അതുകൊണ്ട് സേവിച്ചൻ അവിടെ എത്താനുള്ള ഓട്ടത്തിലാണത്. ഇതാണ് അവിടുത്തെ ക്രിസ്മസ് ട്രീ, നന്നായിട്ടില്ലേ സേവി? എന്നിട്ടും ലാസ്റ്റ് ഞങ്ങളെ തോപ്പിച്ച് മണലിൽ തന്നെ എത്തി കളി തുടങ്ങി. അത് കഴിഞ്ഞ് ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ എൻ്റെയും സേവിൻ്റെയും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറവത്ത്, ഇത് ക്രിസ്മസ് ഡേ അല്ല, നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. പിറവത്ത് മാസ്റ്റേൻ്റെ അമ്മ വീട് അവിടെയാണ്. 3 രാജാക്കന്മാരുടെ പള്ളിയിൽ പോയതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ഒരു തീർത്ഥാടനം പോലെ. ഞങ്ങൾ ഒരുപാട് പള്ളികളിൽ പോയി. എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, എല്ലാതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇത് അവിടെ അവൻ ചുമ്മാ ഓടിക്കളിക്കുന്ന, കുഞ്ചു ഇല്ലല്ലോ, ഞാനും ചേട്ടായിയും സേവി ഇപ്രാവശ്യം ക്രിസ്മസിന് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിറവത്ത് ആ ചേർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ജ്ഞാനായക്കാരുടെ ഒരു 3 രാജാക്കന്മാരുടെ പള്ളി കണ്ടേ. എന്നാ ഭംഗിയായിട്ടാണെന്നറിയോ അത് അലങ്കരിച്ചിരിക്കുന്നത്. സത്യം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാവും നമുക്ക്. ഭയങ്കര അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ട്. നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ പോയത്, 26th രാത്രിയാണ് കേട്ടോ. ഞങ്ങൾ കസിൻസിൻ്റെ അടുത്ത് ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇല്ലാത്തത്. പക്ഷേ ഫ്രീ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. സേവി അപ്പോൾ ഓടി കളിക്കുകയായിരുന്നു അതിലെയൊക്കെ. നല്ല പുൽക്കൂടായിരുന്നു. അർത്തങ്കൽ പള്ളിയിൽ ഇവിടുത്തെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. എല്ലായിടത്തും നല്ലതാണ്, പക്ഷേ ഇവിടെ ഒത്തിരി വലിയ വലിയ രൂപങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രൂപങ്ങളല്ലേ, മലാഖയൊക്കെ നല്ല ക്യൂട്ടായിരുന്നു. വലിയ വലിയ രൂപങ്ങളും വലിയ ഉണ്ണീശോയും വലിയ മാതാവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട്. ഇതാണ് 3 രാജാക്കന്മാരുടെ രൂപങ്ങൾ ആ പള്ളിയുടെ മുമ്പിൽ. ഞാൻ ഈ പള്ളിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ പള്ളി എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നന്നായിട്ടായിരുന്നു. ഞാൻ കണ്ടതിൽ ഏറ്റവും നന്നായിട്ട് അലങ്കരിച്ചൊരു പള്ളിയായിരുന്നത്. പിന്നെ സേവി അതിൽ ഓടിക്കളിക്കുക, അവന് സ്ഥലം കിട്ടിയവന് സന്തോഷമാണ്. ഞാൻ പിടിക്കാൻ വരുന്നുണ്ട് എന്നുള്ളതിലാണ് ഈ ഓടുന്നത്. അവൻ ഓടണം, ഞാൻ പുറകെ ഓടണം. അതാണ് അവൻ്റെ ഇഷ്ട വിനോദം. അപ്പം അങ്ങനെ കുറേ നേരം ഞങ്ങളങ്ങനെ അവനിഷ്ടമുള്ള പോലെ അവൻ കളിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പള്ളിയാണ്, മുട്ടമ്പള്ളിയാണ്, ചേർത്തല മുട്ടമ്പള്ളിയാണ് ഞങ്ങളുടെ ഇടവക. ഇത് അവിടുത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, എനിക്കധികം എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ക്രിസ്മസിൻ്റെ അന്നത്തെ ഞങ്ങളുടെ ലഞ്ചാണ് കേട്ടോ. ആരും പേടിക്കണ്ട, എനിക്ക് ഇത്രയും സാധനങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയൊന്നുമില്ല. ഞാനല്ല ഉണ്ടാക്കിയത്. ഞങ്ങളതിൻ്റെ നെക്സ്റ്റ് ഡേ 27th ഞങ്ങൾ കണ്ണൂർക്ക് വരും. അപ്പോൾ ഒത്തിരി ഉണ്ടാക്കി ഫ്രിഡ്ജ് നിറയ്ക്കണ്ടെന്ന് വെച്ചിട്ട് അന്ന് ഞങ്ങൾ കാറ്ററിങ്ങിന് കൊടുക്കുക ചെയ്തത്. പക്ഷേ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ണൂരെത്തി. കണ്ണൂരത്ത് ഒത്തിരി വീഡിയോസൊന്നും ഇല്ല. ഇത് വീടാണ് എൻ്റെ കണ്ണൂരത്തെ വീട്. ന്യൂ ഇയറിന് ഞങ്ങളൊരു കേക്കൊക്കെ മുറിച്ചു. അവിടെ ചാച്ചൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊരു ക്ലബ്ബുണ്ട്, ഫ്രാൻസിഷ്യൻ ക്ലബ്ബ്. അപ്പോൾ അവിടെയായിരുന്നു, ഞങ്ങളുടെ രാജമോഹനങ്ങളുടെ വീട്ടിലായിരുന്നു ന്യൂ ഇയർ നൈറ്റ്. പക്ഷെ ഞാനും അനീത്തിയും വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്ന്. അവർ ന്യൂ ഇയർ ആയപ്പോഴത്തേക്ക് എത്തിയായിരുന്നു. അപ്പം കുഞ്ചു ആണ് ആ കിടന്ന് ഡാൻസ് കളിക്കുന്ന മഞ്ഞ ടീഷർട്ട്. അപ്പം ന്യൂ ഇയറിന് അവിടെയായിരുന്നു സെലിബ്രേഷൻ. ഞാനും അനീത്തിയും പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് റൂമിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സെലിബ്രേഷനിൽ പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. ബാക്കി എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു എന്ന് ഈ വീഡിയോ കണ്ടപ്പം മനസ്സിലായി. ഒത്തിരി ഒരേ വൈബുള്ള കുറേ അങ്കിൾമാരാണ് കേട്ടോ ഈ ഒരു ക്ലബ്ബ്. ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി അവിടെ ഒത്തുകൂടി. മക്കളുടെ സന്തോഷമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മക്കളെക്കാളും ഡാൻസ് കാണുമ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവില്ലേ അങ്കിൾമാർ സന്തോഷിക്കുകയാണ്. അതെ, എല്ലാവരും ഒരേ വൈബാണ്. കുഞ്ചു തൊട്ട് ഏറ്റവും തലമൂത്ത എൻ്റെ ചാച്ചൻ വരെ ഒരേ വൈബാണ് ഈ ക്ലബ്ബിൽ. പക്ഷേ എല്ലാവരും എന്തിനും എപ്പോഴും ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ. ചാച്ചൻ കണ്ണൂരുള്ളതിൽ ഇവരുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് മക്കൾക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഞങ്ങളാരും കൂടെ ഇല്ലല്ലോ, എന്തിനും ഏതിനും ചാച്ചൻ്റെ കൂടെയുള്ള ആൾക്കാരാണിവർ. അവർ കുറേ ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ചു. ഡാൻസ്, മാസിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പാണിത്.
പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ 1-ാം തീയതി നൈറ്റ് ഞാൻ ചേർത്തലയ്ക്ക് വന്നു. അന്ന് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പുള്ള കേക്ക് കട്ടിംഗ് ഒക്കെയാണ്. ചുമ്മാ പിള്ളേരുടെ കുഞ്ചു എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, യെല്ലോ ടീഷർട്ട്. പിന്നെ അനീത്തിൻ്റെ മോള് സേവി, അങ്ങനെ. പിന്നെ അന്ന് ഞങ്ങളുടെ ബ്രദറിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു 29th. അന്ന് ഡ്രസ്സപ്പ് ചെയ്ത കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്തതാണ്. അവൻ്റെ കല്യാണം ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി ഞങ്ങളുടെ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ. അപ്പം നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം അനിയൻ്റെ കല്യാണ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.